സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായി പ്രഖ്യാപിച്ച പുനർഗേഹം പദ്ധതി അപ്രായോഗികമെന്ന് വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. 2017 പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട 16,000-ലധികം പേരിൽ ആനുകൂല്യം ലഭിച്ചത് 1/3 പേർക്ക് മാത്രം. ഭൂമിയുടെ വിലയായി പ്രഖ്യാപിച്ച 6 ലക്ഷം രൂപ പോലും പൂർണ്ണമായി നൽകാൻ കഴിയാത്ത സർക്കാർ നിലപാടാണ് പദ്ധതിയുടെ ലക്ഷ്യം തെറ്റാൻ പ്രധാന കാരണം. 2022 പൂർത്തിയാക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതിയായ പുനർഗേഹം പദ്ധതിയാണ് 7 വർഷത്തിനിപ്പുറവും ലക്ഷ്യം കാണാതെ നിൽക്കുന്നത്. കടലോരത്ത് അപകടാവസ്ഥയിൽ കഴിയുന്ന 16,825 കുടുംബങ്ങളെയായിരുന്നു പദ്ധതിയുടെ ഭാഗമായി മാറ്റിപ്പാർപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞത്. ഇവരെ തീരത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിനായി 3 സെന്റ് ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയും നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ വാങ്ങുന്ന ഭൂമിയുടെ റവന്യൂ നിബന്ധന പ്രകാരമുള്ള അടിസ്ഥാന വില മാത്രമേ ഭൂമിക്കായി നൽകൂ എന്നതും ഇത്തരത്തിൽ പരമാവധി നൽകുന്ന വില മാത്രമാണ് 6 ലക്ഷം രൂപ എന്നതും സർക്കാർ പരസ്യമാക്കിയിരുന്നില്ല. നിലവിൽ തീരമേഖലയിൽ സെന്റിന് 5 ലക്ഷം രൂപയിലധികമാണ് മാർക്കറ്റ് വില. എന്നാൽ റവന്യൂ രേഖകൾ പ്രകാരവും രജിസ്ട്രേഷൻ രേഖകൾ പ്രകാരവും വില 1 ലക്ഷത്തിൽ താഴെയും. ഇതുമൂലം സർക്കാർ നിബന്ധന പ്രകാരം പദ്ധതി നടപ്പാക്കാനും സാധിക്കുന്നില്ല. ഇത് കാരണം 2022 പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമായത് 1/3 താഴെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ്. ഇവരിൽ പലരും മറ്റു തൊഴിൽ മേഖല തേടി തീരം ഉപേക്ഷിക്കാൻ തയ്യാറായവരുമാണ്. അങ്ങനെ മത്സ്യം നിഷ്കാസിക്കുന്ന പദ്ധതിയാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അതുകൊണ്ട് 22 തീരേണ്ട പദ്ധതിയാണ്. 24 3/1 പേര് പോലും ചേർന്നിട്ടില്ല, സമ്മതത്തിന് കൊടുത്തിട്ടില്ല. എറണാകുളത്ത് വലിയ രീതിയിൽ കടൽ ചോട്ടം നടക്കുന്ന സ്ഥലമാണ്, കടൽ കയറ്റമുള്ള സ്ഥലമാണ്. അവിടെ പോലെ 3/1 പേര് സമ്മതത്തിന് കൊടുത്തിട്ടില്ല. മത്സ്യത്തൊഴിലാളി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ ആശങ്ക പരിഹരിക്കാൻ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഈ പദ്ധതി പരാജയപ്പെട്ടു പോകും. ഒന്ന്, സ്ഥലത്തിന് 10 ലക്ഷം 5 ലക്ഷം കാണിക്കുള്ളൂ. അപ്പോൾ ആ നിലയിൽ നമുക്ക് നടക്കൂല. ഈ പദ്ധതി പ്രായോഗികമായതിന് അപ്രായോഗികമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ട ഒന്ന്, അതിൻ്റെ യഥാർത്ഥ വില അനുസരിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേ എടുത്തപ്പോഴും ചെയ്ത് ഓരോ പ്രദേശത്തുള്ള വില നിശ്ചയിച്ച് അതിൻ്റെ 9% കൂട്ടി കൊടുത്തില്ലേ? അതുപോലെ നാഷണൽ ഹൈവേക്ക് ചെയ്ത പോലെ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല. തീരം സംരക്ഷിക്കാൻ വിമുഖത കാട്ടുന്ന സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ തീരത്ത് നിന്നും ഒഴിവാക്കി ഭൂമി ടൂറിസം പദ്ധതികൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. തീരം വിട്ടുപോയാൽ തൊഴിൽ മേഖല നഷ്ടമാകുമെന്നതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ ഞങ്ങൾ ഓടിച്ചിട്ട് അവിടെ മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കും. അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അവർക്കിപ്പോൾ എല്ലാ തരത്തിലുമുള്ള CRC ലവുകൾ കിട്ടാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ തീരപ്രദേശം പൂർണ്ണമായിട്ട് ടൂറിസ്റ്റുകളായി എടുക്കുന്ന ഒരു അവസ്ഥ കൂടി കിടക്കുന്നുണ്ട്. ഈ 2 കാരണങ്ങളോട് ഞങ്ങൾ പ്രായോഗികമായി നടക്കാത്ത കാര്യം. ഈ മേഖലയിൽ ഞങ്ങളെ നിൽക്കാതെ ചെയ്യുന്ന പദ്ധതിയാണ്. ഈ 2 കാര്യം കൊണ്ട് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളെ എതിർക്കുന്നത്. കണക്കിലെ കള്ളത്തരവും നടപ്പാക്കാത്ത പ്രഖ്യാപനവും കൊണ്ട് മത്സ്യ കടലോര മേഖലയെ കളിപ്പിക്കാനുള്ള പിണറായി സർക്കാരിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഇന്നും ദുരിതം പേറി ജീവിക്കേണ്ടി വരികയാണ് കേരളത്തിലെ കടലിന്റെ മക്കൾ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.